പരിശോധിക്കട്ടെ എന്ന് അപ്പോൾ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിന്, മന്ത്രിമാർക്ക്, സർക്കാരിന് ഒക്കെ പരിശോധിച്ച ശേഷം ഞങ്ങൾ നടപടിയെടുക്കാം എന്ന് പറയാം സാങ്കേതികമായി. പക്ഷെ ഇത് കേവല പരിശോധന കൊണ്ട് പരിഹാരം കാണാൻ കഴിയുന്ന വിഷയമാണോ? അല്ലല്ലോ. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി വാർഡിൻ്റെ പുതിയ ബിൽഡിങ് കേന്ദ്ര സർക്കാർ 120 കോടി രൂപ കൊടുത്തിട്ട് പുതുക്കി പണിതു. അതിൽ തീപിടിച്ച വാർഡിൽ വീണ്ടും തീപിടിച്ചു. അപ്പോൾ എന്താ പറയുക, 120 കോടി രൂപയ്ക്ക് അതിമനോഹരമായ വളരെ സൗകര്യങ്ങളോട് കൂടിയ ഒരു ബിൽഡിംഗ് അവിടെ കെട്ടിപ്പടുത്തത്, അതിന് വയറിംഗ് പ്രോപ്പറല്ല. അതിന് തീപിടുത്തമുണ്ടായി, ഒരിക്കൽ തീപിടുത്തമുണ്ടായി, രണ്ടാമതും തീപിടുത്തമുണ്ടായി. ഇപ്പോൾ അത് വീണ്ടും പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. അതിൻ്റെ പണി കഴിയും, ഇന്ന് കഴിയും, നാളെ കഴിയും പറഞ്ഞിട്ട് അത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്താ കെടുകാര്യസ്ഥത ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആ ഉത്തർപ്രദേശിലെ കിഴക്കൻ UP-യിലെ 10-12 ജില്ലകൾക്ക് ഒരു മെഡിക്കൽ കോളേജായിരുന്നു 10 വർഷം മുന്നേ ഉണ്ടായിരുന്നത്. ഇന്ന് 11-12 ഉണ്ട്. അവിടെ BRDS മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ 4 ആളാണ് കിടന്നത്. അവിടെ ഈ മസ്തിഷ്ക ജ്വരം പടർന്നു പിടിച്ചപ്പോൾ ഒരു ഡോക്ടർ പ്രസ്താവന നടത്തിയപ്പോൾ അയാളെ കേരളം മുഴുവൻ കൊണ്ടുപോയി ആഘോഷിച്ച് കൊണ്ട് നടന്നവരല്ലേ ഇവർ. ഇപ്പം അവനവൻ്റെ കാര്യം നോക്കാൻ ശേഷിയില്ലാത്തവരാണ് ഇവരെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഞാൻ നോക്കട്ടെ, 12 വർഷം മുന്നേ ഒരു ബിൽഡിംഗ് പൊളിച്ചു മാറ്റണം, അത് ഇടിഞ്ഞു പൊഴിഞ്ഞ് വീഴണമെന്ന്, വീഴാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ അവിടെ കിടപ്പ് രോഗികളുണ്ട്. അവരെ എടുത്ത് ഓടിയതാണ്. അപ്പോൾ എന്നിട്ട് അത് പൂട്ടിയിട്ട ബിൽഡിംഗാണ്, കുപ്പ കൂട്ടിയിടുന്ന ബിൽഡിംഗാണെന്ന് എന്തിനാ ഈ അസത്യം പറയുന്നത്? അപ്പോൾ അനാവശ്യമായ പൊങ്ങച്ചം പറയുക, അസത്യം പറയുക, എന്നിട്ട് കാര്യങ്ങൾ ഒരു 120 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബിൽഡിംഗ് പോലും പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാൻ ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനമില്ല. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഇവിടെ നല്ല ഡോക്ടർമാർക്ക് ഒരു പഞ്ഞവുമില്ല. കേരളം വളരെ നല്ല ഡോക്ടർമാരുള്ളൊരു സംസ്ഥാനമാണ്. ഇവിടെ ആരോഗ്യ പ്രവർത്തകർ, നഴ്സുമാർ, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾ, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, ഇവരൊക്കെ തന്നെ പ്രഗത്ഭരായ ആളുകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനൊക്കെ പഞ്ഞമുണ്ട്. പക്ഷേ ഇവിടെ ഡോക്ടർമാർക്ക് ക്ഷാമമില്ല, നല്ല മെഡിക്കൽ സ്റ്റാഫിന് ക്ഷാമമില്ല. ഇതെല്ലാം ഉണ്ട്. ഇവിടെ ഇല്ലാത്തത് ഇൻഫ്രാസ്ട്രക്ചറാണ്. സർക്കാരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഫെയിലിയറാണ്. ഇതൊന്ന് പരിഹരിക്കണം. ഇത് പരിഹരിക്കുന്നതോടൊപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ദയവ് ചെയ്താൽ 300 കോടി രൂപ കുടിശ്ശിക കൊടുക്ക്. കുറേ ആളുകൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും ഈ ഇൻഷുറൻസ് സ്കീമിന്. ആ ഒരു സാഹചര്യം ഒരുക്കിയാൽ ഇവിടുത്തെ തിരക്ക് കുറയും. അപ്പം നിങ്ങൾ ഇങ്ങനെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ഉണ്ട് അവസരം. ഇത് ഒരു അവസാനമായി കാണണ്ട. ഇതിന് രാഷ്ട്രീയമല്ല, ഇത് മനുഷ്യ ജീവനാണ്.